ഒരു രാഷ്ട്രീയ മുന്നണിക്ക് രാജ്യത്തെ ജനങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ മുന്നോട്ട് പോകാൻ ആ രാഷ്ട്രീയ മുന്നണി ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാഷ്ട്രീയ മുന്നണി അടിമുടി രാഷ്ട്രീയമായി കപടമാണ്, സത്യസന്ധമല്ല എന്നല്ലേ? അങ്ങനെ മനസ്സിലാക്കേണ്ടി വരികയാണ് ഏറ്റവും ഒടുവിൽ വന്ദേമാതരം വിഷയത്തിൽ UDFിൻ്റെ നിലപാടില്ലായ്മയെ. ചെറിയ കാര്യമല്ല. കാരണം കേരളത്തിൽ 1980കളുടെ തുടക്കം മുതൽ 4 പതിറ്റാണ്ടായി കേരളത്തിൽ രാഷ്ട്രീയ മുന്നണികൾ 2 LDF UDFും ഇഞ്ചോടിഞ്ച് ഓരോ വിഷയത്തിലും തങ്ങളുടെ നിലപാടുകൾ കൊണ്ട് മുഖാമുഖം നിൽക്കാറാണ് പതിവ്. നിലപാടുകളുടെ ശരിയും തെറ്റും ജനമാണ് ആത്യന്തികമായി തീരുമാനിക്കുന്നത്. പക്ഷേ ആ 2 രാഷ്ട്രീയ മുന്നണികളെയും നയിക്കുന്ന പാർട്ടികൾക്ക്, അവയിലെ ഘടകകക്ഷികൾക്ക് കൃത്യമായ നിലപാട് ഓരോ വിഷയത്തിലും ഉണ്ടാകാറുണ്ട്. വിയോജിപ്പുകൾ തമ്മിലുണ്ടാകാറുണ്ട്, അത് പരസ്യമാക്കാറുണ്ട്. അതിന് പേര് രാഷ്ട്രീയമായ സംഘർഷം, മുന്നണി വിട്ടുപോകലൊക്കെ ഉണ്ടാകാറുണ്ട്. UDFിൽ അത് LDFിനേക്കാൾ വളരെ കൂടുതലാണെന്നാണ് ഇതുവരെയുള്ള കാലത്ത്. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പോലും UDF വിട്ടും ഐക്യരാമാനം തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്ന് വേറെ കാര്യം. ആലോചിച്ച് നോക്കേണ്ടത് നിലപാടുകളാണ് അപ്പോഴെല്ലാം മാറ്റുരച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വന്ദേമാതരം വിഷയത്തിൽ ഒരു നിലപാട് പറയുന്നില്ല. അതാണ് പ്രശ്നം. നിലപാട് എന്തോ ആവട്ടെ. ബാബരി മസ്ജിദ് കർഷകർ തകർത്തപ്പോൾ അതിനോട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് ശരിയായ നിലപാട് പറയായികയായിരുന്നു. കാരണം അന്ന് കോൺഗ്രസ്സാണ് രാജ്യം ഭരിച്ചിരുന്നത്. പള്ളി പൊളിച്ചപ്പോൾ കോൺഗ്രസ് സർക്കാർ നോക്കി നിന്നു എന്ന വിമർശനം അന്നും ഇന്നുമുണ്ട്. അന്ന് കേരളത്തിൽ ഇന്നത്തെ പോലെ തന്നെ UDFിൻ്റെ ഭാഗമായിരുന്നു ലീഗ് UDF ഇടും എന്ന് പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ ലീഗ് പറഞ്ഞത് ഈ ഘട്ടം ഒരു നിർണായകമായ രാഷ്ട്രീയ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ കോൺഗ്രസിനെ കൈവിടിഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിനുള്ളിലെ തീവ്ര ചിന്താഗതിക്കാരുടെ നിലപാടിന് വശംവദരായാൽ അത് രാഷ്ട്രീയമായി ഞങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയായേക്കാം. അതുകൊണ്ട് ഞങ്ങൾ സംയമനത്തിൻ്റെ പാതയാണ് സ്വീകരിക്കുന്നത് എന്നാണ്. ആ നിലപാട് അന്നും ഇന്നും ഏറെ വിയോജിപ്പുകളോടെ ആണെങ്കിലും വല്ലാതെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ലീഗ് UDFിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നതിന് പോലും നിലപാട് പറയാൻ, ന്യായീകരണം പറയാൻ അന്ന് ലീഗിനെ നയിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞു. ഇബ്രാഹിം സുലൈമാൻ സൈഡ് അടക്കമുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടില്ല. അവർ പുറത്തുപോയി അയ്യനിലുണ്ടായ വേറെ ചരിത്രമാണ്. നോക്കൂ, ഇന്ന് മുസ്ലിം ലീഗിനും UDFിനെ നയിക്കുന്ന കോൺഗ്രസിനും നാവില്ല. സ്വാഭാവികമായും കോൺഗ്രസും ലീഗും നിലപാട് പറയാത്ത ഒരു വിഷയത്തിൽ ചെറിയ പാർട്ടികൾക്ക് CMBയെയും കേരള കോൺഗ്രസ് ജോസഫിനെയും കേരള കോൺഗ്രസ് ജേക്കബിനെയും ഒക്കെ പോലുള്ള ചെറിയ കക്ഷികൾക്ക് നിലപാട് പറയാനുള്ള ധൈര്യവും ആർജവും ഇല്ലതാനും. കോൺഗ്രസും ലീഗും വന്ദേമാതരം വിഷയത്തിൽ നിലപാട് പറയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇപ്പം ആളുകൾ ചോദിക്കാറുണ്ട്, ആകാശം ഇടിഞ്ഞ് വീഴുമോ? അതൊരു രാഷ്ട്രീയമായ ചോദ്യമല്ല, അതൊരു അരാഷ്ട്രീയമായ ചോദ്യമാണ്. വന്ദേമാതരം എന്ന ദേശഭക്തി ഗാനത്തെ അതിൻ്റെ മെറിറ്റിൽ കണ്ടുകൊണ്ട് സ്വീകരിക്കുകയോ ആദ്യത്തെ 2 സ്റ്റാൻസ് മാത്രം പാടുകയോ മുഴുവനും പാടുകയോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്ന ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമാണ്. അതിനെ ദേശഭക്തി ഗാനത്തെ ദേശീയ ഗാനത്തെ പോലെ തന്നെ ആദരിക്കുകയും അവഹേളിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. വന്ദേമാതരം ആദ്യത്തെ 2 സ്റ്റാൻസ് ഒഴികെയുള്ള ഭാഗങ്ങൾ പാടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്കുണ്ട് എന്ന് ഏകദൈവ വിശ്വാസികളായ ആളുകൾ, ഇപ്പം മുസ്ലിങ്ങൾ, ക്രൈസ്തവരുടെ ഒരു വിഭാഗം ഒക്കെ വാദിക്കുന്നുണ്ട്. അതായത് അത് അവരുടെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ആലോചിക്കേണ്ട കാര്യം, വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂർധന്യഘട്ടത്തിൽ അംഗീകരിച്ചാണ് പാടിയതാണ് കോൺഗ്രസിൻ്റെ എല്ലാ സമ്മേളനങ്ങളും. പിന്നീട് പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രശസ്തമായ ആ നോവലിൽ ആണ് ബാക്കി ഭാഗങ്ങൾ വരുന്നത്. ആ നോവലിലൂടെയാണ് ബാക്കി ഭാഗങ്ങൾ വരുന്നത്. ആ നോവലിൽ വന്ന ബാക്കി ഭാഗങ്ങൾ പിന്നീട് പ്രചരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ചരിത്രം മുഴുവൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് വന്ദേ മാതരത്തിൻ്റെ തുടക്കത്തിൽ ഇല്ലാതിരുന്ന ഭാഗങ്ങൾ പിന്നീട് വരികയും അത് ഒരു വിഭാഗം വിശ്വാസികളുടെ ഏകദൈവ വിശ്വാസത്തെ അടക്കം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അതിനെ അവർ തള്ളിപ്പറയുകയല്ല ചെയ്തത്, അവഹേളിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾക്ക് പാടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കണം. പക്ഷേ ഇപ്പോൾ അത് നിർബന്ധമായും പാടിയേ പറ്റൂ എന്ന തരത്തിൽ കേരളത്തിൽ ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പോൾ അതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്ന മുന്നണിയെ നയിക്കുന്ന CPM പറഞ്ഞത് നിർബന്ധിക്കേണ്ട കാര്യമില്ല എന്നല്ലേ. അതിന് ജനാധിപത്യപരമായ ഒരു തീരുമാനത്തിലൂടെയാണ് ചെയ്തത്. പാടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പാടാനുള്ള അവകാശവുമുണ്ട്. അവഹേളിക്കാൻ, അനാദരിക്കാൻ ആർക്കും അവകാശമില്ല. കൃത്യമാണ് നിലപാട്. പക്ഷേ കോൺഗ്രസും ലീഗും ഒന്നും മിണ്ടുന്നില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ കൃത്യമായ നിലപാട് പറയാതെ ഒളിച്ചു കളിക്കുകയാണ്. ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ നിലപാട് പറയുന്നില്ല. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ചിരിച്ചു കാണിക്കുകയാണ്. എത്ര ഭയാനകമായ നിശബ്ദതയോ അല്ലെങ്കിൽ അർത്ഥമൗനമോ ഭാഗിക മൗനമോ ആണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഇനിയും പല വിഷയങ്ങളിലും ഇത്തരം നിലപാട് അവർ സ്വീകരിച്ചാൽ നമ്മുടെ കേരളം ഒരു രാഷ്ട്രീയ വിഷയത്തിൽ എങ്ങനെ ആരെ ആശ്രയിക്കും എന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വരും എന്ന് ചിന്തിക്കുമ്പോഴാണ്. അതായത് രാജ്യം ഒരു അർത്ഥഫാസിസത്തിലേക്ക് പോകുന്നു എന്ന ആശങ്ക പരക്കെ ഉള്ള സമയത്താണ് ഒരു രാഷ്ട്രീയ മുന്നണി നിലപാട് പറയാതിരിക്കുന്നത്. ഫാസിസത്തെയും അല്ലെങ്കിൽ ഫാസിസം പ്രതിനിധാനം ചെയ്യുന്ന വർഗീയതയും ആ രാഷ്ട്രീയത്തെയും ഒക്കെ അതിനോട് യോജിക്കാനും വിയോജിക്കാനും അതങ്ങനെയാണോ, ഫാസിസമാണോ, ജനാധിപത്യമാണോ എന്നൊക്കെ പറയാനും അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. BJP രാജ്യം ഭരിക്കുന്നു. BJPക്കാരായ ആളുകൾ രാജ്യത്തെമ്പാടുമുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ ഏറ്റവും ജനാധിപത്യപരമായാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അതിനോട് വിയോജിപ്പുള്ള ആളുകൾ ഒട്ടേറെയുണ്ട്. അവർ ജന്തർ മന്ദറിലടക്കം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം നമ്മൾ കണ്ടതാണ്. അതൊക്കെ രാജ്യത്തിൻ്റെ സമകാലിക യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ നിലപാട് പറയണം. സ്വാതന്ത്ര്യ സമരം കൃത്യമായി മുന്നോട്ട് വെച്ച ഒരാശയം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്നായിരുന്നു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യദിനമാണല്ലോ, അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ചർച്ച. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം, സമ്പൂർണ്ണ സ്വരാജിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മജിയും പറഞ്ഞത്. ആണല്ലോ, ഞങ്ങൾക്ക് ഭാഗിക സ്വാതന്ത്ര്യം വേണം എന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള ഐഡിയയൊക്കെ മുന്നോട്ട് വെച്ചവർ കോൺഗ്രസിനുള്ളിൽ തന്നെ ന്യൂനപക്ഷമാണെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ സമ്പൂർണ്ണ സ്വരാജ്, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക്, നിങ്ങൾ പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നിലപാടാണ്. നിലപാട് പറയുക, അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടാവുക, ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗികമായ ഒരു വശം മാത്രമേ ആവുകയുള്ളൂ. ആ സ്വാതന്ത്ര്യ ദിനത്തിലാണ് വന്ദേ മാതരം വിഷയത്തിൽ കേരളം ഭരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ മുന്നണി നിലപാടില്ലാതെ നിൽക്കുന്നത്. അപഹാസ്യമാണിത്, അപകടകരമാണിത്. മുന്നോട്ട് സ്വീകരിക്കാനും തുടരാനും പാടില്ലാത്ത മാതൃകയാണിത് എന്ന് കർക്കശമായി അടിവരയിട്ട് പറയുകയാണ്. നന്ദി, നമസ്കാരം.